എന്തൊരു കുളിരപ്പോ. ആഹാര സാധനങ്ങളെല്ലാം എടുത്തു വെച്ചല്ലോ. ഒരൈറ്റം ദേ വരുന്നു. ശോഭേ, ശ്രീദേവി വിളിക്ക്. ഇനി ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട. നിങ്ങളും വല്ലതും കഴിച്ചിട്ട് കിടന്നു. കൊച്ചമ്മേ, മോലാലി വിളിക്കുന്നു. അല്ല, ഞാനൊന്ന് പുറത്തോട്ട് പോയിക്കോ. നേരം വെളുക്കുമ്പോ ഇങ്ങ് എത്തണം. ശോഭ എന്നാ പോയിക്കോ. ശരി കൊച്ചമ്മ, ഞാൻ ഒന്ന് ശ്രീദേവി, ഡോക്ടർക്ക് ഫോൺ ചെയ്തോ? 12 മണി ആകാറായല്ലോ. ഡോക്ടർ എന്താ ലേറ്റ് ആകുന്നത്? അത് ഡോക്ടർ എന്താ ലേറ്റ് ആവുന്നത്? എത്ര നേരമായി ഡോക്ടർ കാത്തിരിക്കുന്നു? എല്ലാം റെഡിയാണല്ലോ. ശ്രീദേവി എവിടെ? ശ്രീദേവി ഇന്നൊരു പെർമിഷൻ തന്നിരിക്കുക, ഒരല്പം. ദാറ്റ്സ് ഗുഡ്. ഫെസ്റ്റിവൽ ഒക്കെ ആകുമ്പോ ഒരല്പം ആകാം. അതിനെന്താ, അങ്ങനെ ആയിക്കോട്ടെ. ശ്രീദേവി പേടിക്കൊന്നും വേണ്ട. ഞാൻ വെയിറ്റ് ചെയ്യണോ സാർ? വേണ്ട, ഞാൻ തിരിച്ചു വരുമെന്നറിയില്ല. Happy New Year. Cheers. Come on. Come on, man. Come on. Come on. Drop the knife.
Drop the knife. Move. No. കറക്റ്റ് സമയത്താണ് താനും എത്തിയത്. നന്നായി. എന്റെ ഭാരം പകുതി കുറഞ്ഞു. എല്ലാം മംഗളകരമായി അവസാനിച്ചു. പിന്നെ ഇത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. ഇന്ന് നേരം വെളുക്കുന്നവരെ ധാരാളം സമയമുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ടാവും. ആ നിലയ്ക്ക് ഞാൻ കൂടുതൽ നേരം നിന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് ഭംഗിയല്ല. തന്നെയല്ല, മോൾ എഴുന്നേറ്റാൽ എന്നെ അന്വേഷിക്കും. ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ശ്രീദേവ് ഫോൺ ചെയ്ത് പോലീസിനെ അറിയിക്കില്ല. ആ നിലയ്ക്ക് മിസ്റ്റർ വിനോദിനും അത് ചെയ്യാൻ കഴിയില്ലല്ലോ, അല്ലേ? നേരം വെളുക്കുമ്പോൾ ഇതൊരു ആത്മഹത്യയായിരിക്കണം. ഐ മീൻ സൂയിസൈഡ്. ഉദയവർമ്മ മുതലാളി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ശ്രീദേവിയോട് ചോദിച്ചാൽ പറയും. ബൈ ദ ബൈ, ഇതെന്റെ കാർഡാണ്. വാങ്ങിക്കൂ. വല്ലപ്പോഴൊക്കെ വരണം. അല്ല, വരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. വരാതെ പറ്റില്ലല്ലോ. ആത്മഹത്യ മറക്കണ്ട. തോക്കി ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇത് നിങ്ങൾക്കൊരു സഹായമായിരിക്കും. ഇതിൽ 5 ബുള്ളറ്റ്സ് ബാലൻസ് ഉണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. Then wish you a happy new year. ഞാൻ പിഴച്ചവളാണ്. സമ്മതിച്ചു. സമാധാനമായോ? ഇനി മറ്റെന്തെങ്കിലും കൂടി വിനുവിന് അറിയണോ? ഞാൻ എന്തുകൊണ്ടാണ് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നതെന്ന് വിനു ചോദിക്കാത്ത എന്താ? അതിന്റെ ആവശ്യം വിനുവിനില്ല. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് വിനു അതറിയണം. ശ്രീദേവിയുടെ പൂർവ്വകാല ചരിത്രത്തെ പറ്റി എനിക്ക് കേൾക്കണമെന്നില്ല. അതെന്തു തന്നെ ആയാലും ഞാൻ അവളെ വിവാഹം കഴിച്ചോളാം. പിന്നെ അവളുടെ 2 സഹോദരിമാരെയും ഞാൻ വിവാഹം കഴിപ്പിച്ചയക്കാം. പിന്നെ ഇവിടെ നല്ലൊരു വീടും വെച്ച് തരാം. കൃഷ്ണപിള്ള ചേട്ടൻ ഇനി എന്താണ് ആലോചിക്കുന്നത്? എന്റെ മോളോടല്ലാതെ അച്ഛന് വേറെ ആരോടും പറയാനില്ല. പുര നിറഞ്ഞു നിൽക്കുന്ന നിന്റെ അനുജത്തിമാരുടെ ഭാവിയെങ്കിലും എന്റെ മോൾ ഓർക്കണം. ഇവരിങ്ങനെ നിൽക്കുമ്പോ ഞാൻ മരിച്ചാലും എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല മോളെ. ഞാൻ മോളുടെ കാലിൽ എന്റെ മോളൊന്നും മൂളിയാണ്. ഈ കുടുംബം രക്ഷപ്പെടും. ഒന്നുമില്ലെങ്കിലും നിന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായല്ലോ. ഈശ്വരനെ കരുതി ഞങ്ങളെ രക്ഷിക്കും. രോഗിയായ അച്ഛന് നിങ്ങളെ കല്യാണം കഴിച്ചയക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല മോളെ. സ്വന്തം അച്ഛൻ കാലിൽ വീണ് യാചിച്ചപ്പോൾ, സ്വന്തം അനുജത്തിമാരുടെ കണ്ണുനീര് കണ്ടപ്പോൾ, അർദ്ധപട്ടിണിയിലായിരുന്ന കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ആത്മഹത്യ ചെയ്യായിരുന്നു. ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സുഖത്തിനും കെൽപ്പില്ലാത്തൊരു പുരുഷനെയാണ് ഭർത്താവായി സ്വീകരിക്കേണ്ടതെന്ന് വിവാഹത്തിന് മുൻപേ ഞാൻ അറിഞ്ഞിരുന്നു. ഒരു കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയും ഭർത്താവില്ലാതെ ഗർഭിണിയായി എന്ന അപമാനം വരുത്തിവെച്ച ഞാൻ എന്ത് ചെയ്യണം? വിനുവിനെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ.
പക്ഷേ ദയവീതി വിവരം പോലീസിൽ അറിയിക്കരുത്. ആ ഡോക്ടർ അത്ര ക്രൂരനാണ്. എന്താ ശ്രീദേവി പറയുന്നത്? വിനു ജയിലിൽ പോയത് ശരിയാണ്. പക്ഷെ ഗർഭിണിയായിരുന്ന ഞാൻ പ്രസവിക്കുന്നവരെ അനുഭവിച്ച യാതനകൾ എന്തൊക്കെയാണെന്ന് വിനുവിനറിയാമോ? വിനുവിന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നില്ല. ഞാൻ നൊന്ത് പ്രസവിച്ചു. കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി രഹസ്യമായി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട നേഴ്സ് ലീലാമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു. നമ്മുടെ കുഞ്ഞിന്ന് ഡോക്ടറുടെ കയ്യിലാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഈ സംഭവം പോലീസിൽ അറിയിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ അയാൾ കൊന്നു കളയും. പ്ലീസ് എന്റെ മോളെ രക്ഷിക്കൂ. ഞാൻ പറഞ്ഞ പോലെ അല്ലാതെ യാതൊരു കാരണവശാലും വാക്കുകൾ മാറരുത്. അവർ മറിച്ചും തിരിച്ചും എല്ലാം ചോദിക്കും. മനസ്സിലായോ? എനിക്ക് പേടിയാവുന്നു. ധൈര്യമായിട്ടിരിക്കെ. തൽക്കാലം ഇത് ആത്മഹത്യ തന്നെയാ. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം.